പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കോരിച്ചൊരയുന്ന മഴ ഇപ്പോൾ പുനലൂരിൻ്റെ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 13 വർഷക്കാലമായി ഞാൻ ദൈവവചനം വായിക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ എൻ്റെ വായനയിൽ ദൈവവചനത്തോട് നീതി പുലർത്തേണ്ടതുകൊണ്ട് ദൈവവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പഠിക്കുവാൻ ഒരു തൽപരനായതുകൊണ്ട് ദൈവവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കർത്താവിൻ്റെ പ്രത്യക്ഷത അല്ലെങ്കിൽ കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ് എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്നെ ഒരുപാട് അലട്ടിയ വിഷയങ്ങളുണ്ട്. ഞാൻ അലട്ടിയ വിഷയത്തിൽ നിന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് 1-2 കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇതിങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന് 20 മുതലുള്ള വാക്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവരാജ്യം എപ്പോൾ വരുന്നതെന്ന് എന്ന് പരീശന്മാർ ചോദിച്ചതിന് കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ചോദിക്കുന്ന പരീശന്മാർ ചോദിക്കുകയാണ്, ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ. അത് കാണത്തക്കവണ്ണമല്ല വരുന്നതെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്? ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല. ഇതാ അവിടെയെന്നും ഇതാ ഇവിടെയെന്നും പറയുകയുമില്ല. അതിൻ്റെ അർത്ഥം ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്ന് പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നമ്മുടെ പൊതുവെയുള്ള എസ്കറ്റോളജിക്കൽ കണ്ടീഷനിങ് ഒക്കെ നടത്തുന്ന പ്രഗത്ഭന്മാരായ ദൈവദാസന്മാരെല്ലാം പറയുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് ദൈവരാജ്യം ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ആകുന്നതെന്നും യേശുക്രിസ്തു യെരുശലേമിൽ തന്റെ ആസ്ഥാന മന്ദിരം പണിത് അവിടെ വന്നത് രാജാവായി വാഴുമെന്നുള്ള പൊതുവെയുള്ള പഠനങ്ങളും ആണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നാം കൃത്യമായി മനസ്സിലാക്കുന്നത് ദൈവരാജ്യം എപ്പോൾ വരുന്നു? ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഞാനല്ല ഉത്തരം പറഞ്ഞത്. മനുഷ്യപുത്രനായ ക്രിസ്തു ഭൂമിയിൽ ജഡാവതാരമെടുത്ത് ഭൂമിയിൽ വന്നപ്പോൾ താൻ തന്റെ തിരുവായ് വഴി പറഞ്ഞ കാര്യമാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അവിടെ എഴുതിയിരിക്കുന്ന ആ ഗ്രീക്ക് വേർഡ് G1787. ഞാൻ ആ G1787 എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ, അതിന്റെ ലെക്സിക്കൻ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ വിതിൻ അല്ലെങ്കിൽ ഇൻസൈഡ് വിതിൻ യു എന്നാണ് അതിന്റെ അർത്ഥം. ബൈബിളിനകത്ത് പുതിയ നിയമത്തിൽ 2 പ്രാവശ്യമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഉപയോഗിച്ചിരിക്കുന്നത് മാത്യു 23:26 കുരുടനായ പരീശനെ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. അവിടെ ആ അകം എന്നുള്ള വാക്കിന് മെൻഡോസ് എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുവാൻ തൽപരരായ വിശ്വാസ സമൂഹമേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളത് മനസ്സിലാക്കുക. കാലങ്ങളായി നമ്മൾ ദൈവരാജ്യത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം, ദൈവരാജ്യം എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം നമ്മൾ ഇരുട്ടിൽ തപ്പി നടക്കുന്നതുകൊണ്ടാണ് മതം നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സംഘടന സമൂഹം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവരാജ്യം ഏതോ കാലഘട്ടത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പെട്ടകമാണ്, അല്ലെങ്കിൽ ഒരു പേടകമാണ് എന്നാണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം എന്റെ ഹൃദയത്തിൽ വേദന തോന്നുകയും കാലങ്ങളായി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന സമൂഹത്തോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവരാജ്യം ശിഷ്യന്മാരല്ല. കർത്താവ് തന്റെ ശിഷ്യന്മാരോടും പരീശന്മാരോടും പറയുകയാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പം ദൈവരാജ്യം എവിടെയാണ് വരേണ്ടത്? നമ്മുടെ ഹൃദയങ്ങളിലാണ് വരേണ്ടത്. അല്ലെങ്കിൽ കിണ്ടിക്കിണ്ണങ്ങളുടെ അകം വെടിപ്പാക്കുക എന്ന് പറയുന്ന അകം എന്ന വാക്ക് G1787 ഞാൻ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നമ്മുടെ മുമ്പിൽ ഇന്ന് വിജ്ഞാനപ്രദമായ എല്ലാ ലെക്സിക്കൻസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ ഡിക്ഷണറികളും
ദൈവശാസ്ത്ര പഠനം സംബന്ധിച്ചുള്ള എല്ലാ പഠനങ്ങളും വിജ്ഞാനം വിരൽത്തുമ്പിലായ ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ 1781 എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എൻഡോസ് എന്ന് പറഞ്ഞാൽ വിതിൻ അല്ലെങ്കിൽ ഇൻസൈഡ് വിതിൻ യു. അപ്പൊ ഞാൻ പറഞ്ഞു, പുതിയ നിയമത്തിൽ അത് 2 പ്രാവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടല്ലോ, ഇടയിൽ തന്നെ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ദൈവരാജ്യം ഉള്ളിൽ തന്നെയാണ്. അപ്പം ദൈവരാജ്യം ആരുടെ ഉള്ളിലാണ്? അത് മൃഗത്തിന്റെ ഉള്ളിലാണോ അതോ പാത്രങ്ങളുടെ ഉള്ളിലാണോ? ദൈവരാജ്യം നമ്മളുടെ ഉള്ളിൽ, മനുഷ്യന്റെ ഉള്ളിൽ. അതാണ് ദൈവരാജ്യം. കാരണം ദൈവരാജ്യം എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധ റൂഹാലുള്ള സന്തോഷമാണ്. ഇത് അനുഭവിക്കേണ്ട എവിടെയാണ്? നാം ഓരോരുത്തരാണ്. അപ്പം ദൈവരാജ്യം വഹിക്കുന്നവരായ നാം ഓരോരുത്തരും ആ ദൈവരാജ്യം ഇനി ഭൂമിയിൽ എന്നോ ഒരു കാലത്ത് വരികയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ആ കാര്യത്തിനകത്ത് എനിക്കൊരു മറുപടിയുമില്ല. അവൻ ദൈവദാസന്മാരെ, ദൈവമക്കളെ, നിങ്ങൾ ഈ കാര്യത്തെ നിങ്ങൾ പഠിക്കുക. അപ്പം ദൈവരാജ്യം നമ്മൾ വഹിക്കുന്നവരാണ്. ഞാനും ഇവിടെ എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ കൊലോസ്യരുടെ ലേഖനം 1:26 പറയുന്നത് ക്രൈസ്റ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി വിതിൻ യു. ഒരു വിജാതീയനെ നോക്കിയിട്ട് പറയാണ് അവന്റെ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുന്നു. പക്ഷേ ആ ക്രിസ്തുവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് പ്രകാശിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തരാണ്. നാം ഓരോരുത്തരുടെ മേലിലുമാണ്. അപ്പം ക്രിസ്തു എന്ന ദൈവകർമ്മത്തിന്റെ പരിജ്ഞാനം, വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ നമ്മളെ പരിജ്ഞാനപൂർത്തിയിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഇന്നത്തെ സുവിശേഷകന്മാരുടെ ജോലി എന്ന് പറയുന്നത്. ആ സുവിശേഷകന്മാർ അതിന് പകരം ഏതോ ഒരു കാലത്ത് റാപ്ചർ നടക്കും, നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് മുഴുവൻ എങ്ങോ കരകയറി കൊണ്ടുപോകും. ഈ ദൈവരാജ്യം നമുക്ക് വേണ്ട, ഈ സ്വർഗരാജ്യം നമുക്ക് വേണ്ട. സൗരങ്ങളെ നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിപ്പിച്ചിരിക്കുന്നത് ദൈവരാജ്യവും സ്വർഗരാജ്യവും രണ്ടാണെന്നുള്ള കൺസെപ്റ്റിലാണ്. അങ്ങനെയല്ല. ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണെങ്കിൽ സ്വർഗരാജ്യവും നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ സ്വർഗരാജ്യം സമം ദൈവരാജ്യം. ഞാൻ ദൈവരാജ്യം കടുകുമണിയോളം സദൃശം എന്ന് ബൈബിളിൽ പറയുന്നു. അതേ കാര്യം തന്നെ സ്വർഗരാജ്യം കടുകുമണിയോളം സദൃശം. സ്വർഗരാജ്യം വയലിലൊളിപ്പിച്ച് വെച്ച നിധിയോട് സദൃശം എന്ന് പറയുന്നു. അപ്പൊ അപ്പുറത്ത് അടുത്ത സുവിശേഷത്തിൽ പറയുന്നു ദൈവരാജ്യം വയലിലൊളിപ്പിച്ച് വെച്ച നിധിയോട് സദൃശം. അപ്പൊ ദൈവരാജ്യം പുളിച്ച മാവിനോട് സദൃശമെന്ന് ലൂക്കോസിലും മർക്കോസിലും പറയുമ്പോൾ, ഇപ്പം മത്തായിയിൽ പറയുന്നത് സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അപ്പൊ ഇത് രണ്ടും ഒന്നല്ലേ? അപ്പൊ ഇതിനെ രണ്ടും വിഭജിച്ച് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? ഞാൻ ഈ ലൂക്കോസ് 17-20 അധ്യായം മുതൽ 17-20 മുതലുള്ള വാക്യങ്ങളെ നമ്മൾ സസൂക്ഷ്മം പഠിക്കുമ്പോൾ ദൈവരാജ്യം എപ്പോൾ വരുന്നുവെന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അത് അവിടെ എന്നും പറയുകയില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഞാനല്ല, ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കുന്ന മോനച്ചനല്ല പറയുന്നത്, എന്റെ കർത്താവ് യേശുമിശിഹ തന്നെ പറയാണ് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. ഞാൻ അവിടെ വാക്ക് പറഞ്ഞു, G1787 എൻഡോസ് എന്ന് പറയുന്ന വാക്കാണ്. നിങ്ങളുടെ മൊബൈലിൽ എടുത്തിട്ട് ഈ എൻഡോസ് അല്ലെങ്കിൽ G1787 എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇൻസൈഡ് വിതിൻ യു. അതാണ് അർത്ഥം. അപ്പം നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം വഹിക്കുകയാണ്, അഥവാ സ്വർഗരാജ്യം വഹിക്കുകയാണ്. നാമാണ് സ്വർഗം, നാമാണ് ദൈവരാജ്യം. അത് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും നീതിയും ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇതിനെ മറന്നുകൊണ്ട് നമ്മുടെ വചന പഠനശാലകളിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിൽ പഠിപ്പിച്ചു വരുന്ന കാലങ്ങളായി ഒന്ന് സെറ്റിൽ ചെയ്ത് വെച്ചിട്ട് മനുഷ്യവർഗത്തെയും ദൈവരാജ്യത്തെയും തള്ളിക്കളയുന്ന അഭക്തന്മാരായ ആ ആളുകളോട് എനിക്ക് പറയാനുണ്ട്, അവൻ നിങ്ങൾ പുറമേ കാണിക്കുന്നത് അല്ലെങ്കിൽ പുറമേ ഉള്ളത് യഹൂദനല്ല എന്ന് പറയുന്നത് പോലെ കർത്താവ് യേശുമിശിഹ കൃത്യമായി പറയുന്നുണ്ട്, അകമേ യഹൂദനായവനത്ര യഹൂദൻ എന്ന് പൗലോസ്ലീഹയും പറയുന്നുണ്ട്. അപ്പം അകമേ നമ്മൾ വഹിക്കുന്നത്, ദൈവരാജ്യം വഹിക്കുന്നത് നാം ഓരോരുത്തരും ആ ദൈവരാജ്യത്തിൽ ജീവിക്കുക, ദൈവരാജ്യത്തിൽ നിലനിൽക്കുക എന്നുള്ള കാഴ്ചപ്പാടിൽ നിങ്ങൾ ഓരോ ദിവസവും ക്രിസ്തുവിൽ വളരുക, പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക, ക്രിസ്തു എന്ന ദൈവകർമ്മത്തിന്റെ പരിജ്ഞാനം വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഷോർട്ട് ലൈവ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ദൈവരാജ്യം എന്താണ്? ആ വാക്ക് ഞാൻ പറഞ്ഞു. മത്തായി 23:26 പറഞ്ഞിരിക്കുന്ന ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. കുരുടനായ പരീശനെ കിണ്ടിക്കിണ്ടങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക എന്ന് പറയുന്ന വാക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് G1787 ആണ്. ആ G1787 എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വിതിൻ യു.
ഇതിന്റെ ഉള്ളിലാണ്, ഇതിന്റെ അകമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ആർജവവും ഈ മതപഠനങ്ങളെല്ലാം വിടുക. മതത്തിന്റെ എല്ലാ പോഷത്തരങ്ങളും വിട്ടിട്ട് ആ മതത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊന്നും മനസ്സിലാക്കത്തില്ല. മതത്തിനതീതമായി സ്വയമായി നമ്മൾ ദൈവവചനത്തെ മനസ്സിലാക്കുവാണെങ്കിൽ ദൈവരാജ്യം വഹിക്കുന്ന നാം ഓരോരുത്തരും ഇനി എന്നോ ഒരു ഭൂമിയിൽ നമുക്ക് വിറങ്ങി വരുന്ന ഒരു ദുപ്പട്ടിയല്ല ദൈവരാജ്യം. ഈ ഭൂമിയെ മുഴുവൻ കത്തിച്ച് കളഞ്ഞിട്ട് വേറൊരു ഭൂമി സ്ഥാപിക്കുന്നതല്ല ദൈവരാജ്യം. അപ്പൊ ഇത് മനസ്സിലാക്കാതെ നമ്മുടെ ബൈബിൾ പഠനശാലകളിൽ യേശുക്രിസ്തു അപ്പോസ്തലന്മാരും ദൈവരാജ്യം സംബന്ധിച്ചല്ലാതെ ഏതെങ്കിലും വിഷയം തന്റെ ഓഡിയൻസിനെ പഠിപ്പിച്ചോ? അന്നത്തെ കാലത്ത് പഠിപ്പിച്ചോ? ദൈവരാജ്യം കൊണ്ടുവന്ന കർത്താവ് നമുക്കറിയാം. യെശയ്യാവ് ക്രിസ്തുവിന് മുമ്പ് 700 BC 700 പ്രവചിച്ചതാണ്. നമുക്കറിയാം യെശയ്യാവ് 9:6-7 വാക്യങ്ങൾ, ഹിസ് ഗവൺമെന്റ് ഇസ് അപ്പോൺ ഹിസ് ഷോൾഡർ. ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ഹിസ് ഗവൺമെന്റ് ഇസ് അപ്പോൺ ഹിസ് ഷോൾഡർ. അപ്പം തോളിൽ ചുമന്നുകൊണ്ടതിന് രാജ്യത്തെ സ്ഥാപിക്കാതെ വീണ്ടും തോളിലെടുത്തുകൊണ്ട് പോയ കർത്താവിനെയാണ് നാം ഇന്ന് പ്രസംഗിക്കുന്നത്. എന്റെ സഹോദര, ഐ ആം അഷേംഡ് ഓഫ് ദാറ്റ് ഗോസ്പൽ. ഞാൻ ആ ഗോസ്പലിനെ എനിക്ക് ലജ്ജിക്കുകയാണ്. നാം ഇന്ന് ജീവിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യം ഭൂമിയിലുണ്ട്. ദൈവരാജ്യം ഓരോ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. ആ തിരിച്ചറിഞ്ഞ ആ പരിജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഈ ഷോർട്ട് വീഡിയോ നാളെ കേൾക്കുന്നവരായാലും ഇത് മനസ്സിലാക്കേണ്ടതിന് അനുസരിച്ച് നിങ്ങൾ ദൈവരാജ്യത്തിൽ ജീവിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.